വെൽക്കം എവരി വൺ. ഈ വീഡിയോ ട്യൂട്ടോറിയലിൽ നമ്മൾ കവർ ചെയ്ത് പോകുന്നത് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ നെറ്റ്വർക്ക് തിയറി എന്ന പേപ്പറിൽ മോഡ്യൂൾ 4 കൂടെ ഉള്ള സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ 2019 സ്കീമിൻ്റെ സിലബസിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ മോഡ്യൂൾ 4 എക്സ്പ്ലനേഷൻസ് ആണ് ഈ വീഡിയോ ട്യൂട്ടോറിയലിൽ നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. സോ 2 ക്വസ്റ്റ്യൻസ് ആണ് ബേസിക്കലി ഒരു മോഡ്യൂളിൽ നിന്ന് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് 2 ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. എനുമറേറ്റ് നെസസറി കണ്ടീഷൻ ഫോർ എ നെറ്റ്വർക്ക് ഫംഗ്ഷൻ ടു ബി ട്രാൻസ്ഫർ ഫംഗ്ഷൻ. സോ ഒരു നെറ്റ്വർക്ക് ഫംഗ്ഷൻ എപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആകും എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഒരു നെറ്റ്വർക്ക് ഫംഗ്ഷൻ എഴുതുകയാണ്. നെറ്റ്വർക്ക് ഫംഗ്ഷൻ്റെ ന്യൂമറേറ്റർ പാർട്ട് എൻ ഓഫ് എസും ഡിനോമിനേറ്റർ പാർട്ട് ഡി ഓഫ് എസും ആയിട്ട് മാർക്ക് ചെയ്യുകയാണ്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ബോത്ത് ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൻ്റെയും പോളിനോമിയൽസ് എന്ന് പറയുന്നത് റിയൽ ആയിരിക്കണം. റൈറ്റ്, റിയൽ ആയിരിക്കണം. സിമിലർലി അത് ഡിനോമിനേറ്റർ സൈഡിൽ നിന്ന് നോക്കുമ്പം ഡിനോമിനേറ്ററിൻ്റെ പോളിനോമിയൽസ് എന്ന് പറയുന്നത് പോസിറ്റീവും ആയിരിക്കണം. റൈറ്റ്, അപ്പം ന്യൂമറേറ്ററിൻ്റെ ഡിനോമിനേറ്ററിൻ്റെയും എല്ലാ കോയിഫിഷ്യൻസും പോളിനോമിയൽസിൻ്റെ എല്ലാ കോയിഫിഷ്യൻസും പോസിറ്റീവ് റിയൽ ആവണം. അത് ന്യൂമറേറ്ററിൽ കോയിഫിഷ്യൻ്റ് നെഗറ്റീവ് ആയാലും ഇഷ്യൂ ഇല്ല, ബട്ട് ഡിനോമിനേറ്റർ സൈഡ് നോക്കുമ്പോൾ പോസിറ്റീവും റിയലും ആയിരിക്കണം. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് പോൾസോ സീറോസോ കോംപ്ലക്സ് അല്ലെങ്കിൽ ഇമാജിനറി ആണെങ്കിൽ അത് എപ്പോഴും കോൺജുഗേറ്റ് പേയേഴ്സ് ആയിട്ട് മാത്രമേ ഉണ്ടാകാവൂ. സോ നമുക്ക് തന്നെ അറിയാം, മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, പ്രാക്ടിക്കലി റിയലൈസബിൾ ആയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ പോൾസ് കോംപ്ലക്സ് ആയിട്ടാണ് വരുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും കോൺജുഗേറ്റ്സ് ആയിട്ടേ ഉണ്ടാവാറുള്ളൂ. അങ്ങനത്തുള്ള സിസ്റ്റംസ് മാത്രമേ നമുക്ക് പ്രാക്ടിക്കലി വിഷ്വലൈസ് ചെയ്യാനോ റിയലൈസ് ചെയ്യാനോ കഴിയത്തുള്ളൂ എന്നുള്ളത് മുമ്പ് ഇതിൻ്റെ കൂടെ ഉള്ള ട്യൂട്ടോറിയൽസിലെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ളതാണ്. തേർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡിനോമിനേറ്റർ സൈഡിൽ വരുന്ന പോൾസ്, അതായത് ഡിനോമിനേറ്റർ സൈഡിലുള്ള പോൾസ് കോംപ്ലക്സ് ആണെങ്കിൽ അതിൻ്റെ റിയൽ പാർട്സ് എപ്പോഴും നെഗറ്റീവോ അല്ലെങ്കിൽ സീറോയോ ആകാവൂ. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് കംപ്ലീറ്റ്ലി സ്റ്റേബിൾ ആവത്തുള്ളൂ, ലെഫ്റ്റ് ഹാഫ് ഓഫ് ദി എസ് പ്ലെയിനിൽ ലൈ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ആ കോംപ്ലക്സ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ പോൾസ് എപ്പോഴും റിയൽ പാർട്ട് എപ്പോഴും നെഗറ്റീവ് അല്ലെങ്കിൽ സീറോ ആയിരിക്കണം. ഇനി അതിനോടൊപ്പം സീറോ ആണെങ്കിൽ സീറോയിലുള്ളൊരു പോളാണെങ്കിൽ അത് ഒരു സിമ്പിൾ പോളും ആയിരിക്കണം. റൈറ്റ്, അപ്പോൾ സീറോയിൽ വരുന്ന കേസിലാണെങ്കിൽ അതൊരു സിമ്പിൾ പോളും ആയിരിക്കണം. ഇത് ഡിനോമിനേറ്റർ സൈഡിലുള്ള റെസ്ട്രിക്ഷനാണ്. റൈറ്റ്, ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് എഗെയിൻ സ്റ്റെബിലിറ്റിനെ റിലേറ്റ് ചെയ്ത് പോകുന്ന പോയിന്റ്സാണ്. ഇതിനകത്തെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. ഡിനോമിനേറ്റർ സൈഡിലെ കോയിഫിഷ്യൻ്റെ ഹയസ്റ്റ് ഡിഗ്രിയും ലോവസ്റ്റ് ഡിഗ്രിയും തമ്മിൽ ഒരു മിസ്സിംഗ് ടൈം പോലും പാടില്ല. റൈറ്റ്, ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് ഡിഗ്രീസ് തമ്മിൽ ഒരു മിസ്സിംഗ് ടൈം പാടില്ല. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ S⁵5 ആണ് നമ്മുടെ ഡിനോമിനേറ്റർ സൈഡിലെ ഹയസ്റ്റ് ഡിഗ്രി, അല്ലെങ്കിൽ 5 ആണ് ഹയസ്റ്റ് ഡിഗ്രി ആണെങ്കിൽ S⁵5ൻ്റെ ടേം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ലോവറായിട്ട് S⁴ വേണം, S⁵3 വേണം, S⁴2 വേണം, S⁴1 വേണം, സിമിലർലി S⁴0 വേണം. ഇതിലെ ഏതെങ്കിലും ഒരു ടേം മിസ്സിംഗ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി സിസ്റ്റം അൺസ്റ്റേബിൾ ആവും. അതിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് റൈറ്റ് ഹാഫ് ഓഫ് ദി എസ് പ്ലെയിനിൽ ലൈ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒരു കോയിഷ്യൻ്റ് പോലും മിസ്സാകാൻ പാടില്ല. ഇനി എന്തെങ്കിലും രീതിയിൽ മിസ്സാവുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കംപ്ലീറ്റ് ഓഡ് ടൈംസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഈവൻ ടൈംസ് മിസ്സാവാൻ. ഇപ്പോൾ S⁵5ൻ്റെ ടൈം എടുക്കുമ്പം S⁵5 ഉണ്ട്, S⁴ ഇല്ലെങ്കിൽ S⁵2 വരാൻ പാടില്ല, സിമിലർലി S⁵0 വരാൻ പാടില്ല. റൈറ്റ്, അപ്പോൾ അങ്ങനെ മിസ്സാവുന്നുണ്ടെങ്കിൽ മിസ്സാകാൻ പാടുള്ളൂ. സോ ഡി ഓഫ് എസിൽ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് ഡിഗ്രീസ് മിസ് ചെയ്യാൻ പാടില്ല. ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് ഡിഗ്രിയുടെ പോളിനോമിയൽസിൻ്റെ ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ മിസ്സിംഗ് ടൈംസ് പാടില്ല, നോ മിസ്സിംഗ് ടൈംസ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ന്യൂമറേറ്ററിൻ്റെ ഡിനോമിനേറ്ററിൻ്റെയും ഡിഗ്രീസ് വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് ട്രാൻസ്ഫർ റേഷ്യോ അല്ലെങ്കിൽ കറണ്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻസിൽ എങ്ങനെയാണെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അത് വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് ട്രാൻസ്ഫർ റേഷ്യോസിലേക്ക് വരുമ്പം മാക്സിമം ഡിഗ്രി ഓഫ് എൻ എസ് എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഡി എസിന് ഇക്വലൻ്റ് ആയിരിക്കണം. റൈറ്റ്, സോ കറണ്ട് അല്ലെങ്കിൽ കറണ്ട് ഓർ വോൾട്ടേജ് ട്രാൻസ്ഫർ റേഷ്യോസ് വരുമ്പം മാക്സിമം ഡിഗ്രി എന്ന് പറയുന്നത് എൻ ഓഫ് എസ് ഈക്വൽ ടു ഡി ഓഫ് എസ് വരെ അലൗഡാണ്. അതിലും ഹയർ ആവാൻ ഒരിക്കലും എൻ ഓഫ് എസിന് ആവത്തില്ല. റൈറ്റ്, അപ്പോൾ എൻ ഓഫ് എസിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഒന്നുകിൽ ഡി ഓഫ് എസ് വരെ ആകാം, ഇല്ലെങ്കിൽ ഡി ഓഫ് എസിൻ്റെ ഡിഗ്രിയുടെ കാലം ലോവറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. സോ ഇപ്പം ഞാൻ പറഞ്ഞത്
വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻസിലാണ്. സിമിലർലി നമ്മൾ അഡ്മിറ്റൻസ് അല്ലെങ്കിൽ ഇംപിഡൻസ് ഫംഗ്ഷൻസ് എടുക്കുമ്പോൾ അവിടെ ഒരു ഡിഗ്രി കൂടുതൽ വന്നാലും കുഴപ്പമില്ല. അപ്പോൾ മാക്സിമം ഡിഗ്രി ഓഫ് എൻ ഓഫ് എസ് ആ ഒരു കേസിൽ ഡി ഓഫ് എസ് പ്ലസ് 1 വരെ അലൗഡാണ്. റൈറ്റ്, എൻ ഓഫ് എസ് എന്ന് പറയുന്നത് ഡി ഓഫ് എസ് പ്ലസ് 1 വരെ അലൗഡാണ്. അത് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഡി ഓഫ് എസോ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അത് ഈക്വലോ അല്ലെങ്കിൽ ലോവറോ ആയിട്ട് വരുന്നതാണ് എല്ലാ കേസുകളിലും വാലിഡ് ആയിട്ടുള്ളത്. ബട്ട് ഈ പറയുന്ന അഡ്മിറ്റൻസിൻ്റെയോ ഇംപിഡൻസിൻ്റെയോ കേസ് വരുമ്പം കേസ് വരുമ്പോൾ ഇത് ഇസഡ് ആണ്, ഇംപിഡൻസിന് മീൻ ചെയ്യാനാണ്. സോ ഇംപിഡൻസിൻ്റെയോ കേസ് വരുമ്പോൾ മാക്സിമം ഡിഗ്രി ഓഫ് ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ ഡിഗ്രിയുടെ കൂടെ 1 വരെയാണെങ്കിൽ അത് അലൗഡാണ്. സോ ഇത്രയാണ് ഇതിൻ്റെ ബേസിക്കലി ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇതിന് പുറമെ നമുക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ കുറച്ച് ലിബറലൈസേഷൻ കണ്ടീഷൻസ് ഫോർ ന്യൂമറേറ്ററാണ്. അതായത് ന്യൂമറേറ്റർ സൈഡിൽ മിസ്സിംഗ് ടൈംസ് അലൗഡാണ്. സിമിലർലി ചില ടൈംസ് നെഗറ്റീവ് ആയാലും ഇഷ്യൂ ഇല്ല. ഈവൻ ന്യൂമറേറ്ററിൽ ഹയസ്റ്റ് പവർ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ 0 വരെ ആയാലും അലൗഡാണ്. പോസിറ്റീവ് നെഗറ്റീവ് ഏതായാലും അവിടെ ഇഷ്യൂ ഇല്ല. ഇങ്ങനത്തുള്ള കാര്യങ്ങളാണ് ന്യൂമറേറ്റർ സൈഡിൽ വരുന്നത്. കാര്യം ന്യൂമറേറ്റർ സൈഡിൽ നിന്ന് കിട്ടുന്ന ബേസിക്കലി സീറോസ് ആണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ലിബറൽ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. ഡിനോമിനേറ്റർ സൈഡിൽ വരുന്ന പോൾസിനാണ് ഇത്രയും സ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ്. എങ്കിൽ മാത്രമേ സിസ്റ്റം നേരത്തെ മെൻഷൻ ചെയ്ത കണക്ക് സ്റ്റേബിൾ ആവത്തുള്ളൂ. നെക്സ്റ്റ് 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോകും. ഒബ്റ്റെയിൻ ദ പോൾ സീറോ കോൺഫിഗറേഷൻ ഓഫ് ദ ഇംപിഡൻസ് ഫംഗ്ഷൻ ഓഫ് ദ ഫോളോയിങ് സർക്യൂട്ട്. റൈറ്റ്, സോ ഈ സർക്യൂട്ടിൽ ഇംപിഡൻസ് ഫംഗ്ഷൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇവാലുവേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പോൾ സീറോ കോൺഫിഗറേഷൻ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഈ 5 ഓം ഇൻ സീരീസ് വിത്ത് 10 ഹെൻറി ഇൻഡക്റ്റൻസ് ഉണ്ട്. അത് എന്താ അതിൻ്റെ ഇംപിഡൻസ് വാല്യൂ എത്ര വരുമെന്നുള്ളത് ചെക്ക് ചെയ്യാം. സോ അതിൻ്റെ ഇംപിഡൻസ് എന്ന് പറയുന്നത് 5 + 10 SL എന്നാണ്. സോ 10S എന്ന് വരും. റൈറ്റ്, ഇംപിഡൻസ് ഇൻഡക്ടറിൻ്റെ കേസ് ആകുമ്പോൾ SLഉം കപ്പാസിറ്ററിൻ്റെ കേസ് ആകുമ്പോൾ 1/SCU ആണ്. സോ 5 + 10S പാരലൽ, ഇത് ഇംപിഡൻസ് ഫംഗ്ഷനാണ്. Z of S = 5 + 10S പാരലൽ അഗെയിൻ 5 + 1/SC എന്നാണ്. അപ്പം ഇവിടെ C = 5 ആണ്. സോ 1/5 അല്ലെങ്കിൽ 1/S5, റൈറ്റ്, 1/S5 ആയിട്ട് വന്നു. ഇത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. സോ മൾട്ടിപ്ലൈ ചെയ്യുക Z1 Z2 / Z1 + Z2 എന്നുള്ളതാണ്. സോ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 25 + 1/S + 50S + 2 ഡിവൈഡഡ് ബൈ ആഡ് ചെയ്യുകയാണ്. 5 + 5 എന്ന് വെച്ചാൽ 10 + 10S + 1/5S. റൈറ്റ്, സിംപ്ലിഫിക്കേഷന് വേണ്ടി ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഞാൻ S കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ആണ്. സോ 50S², റൈറ്റ്, 50S² പ്ലസ് ഇവിടെ ഒരു 25 ഉണ്ട്, 2 ഉണ്ട്. സോ 27S, റൈറ്റ്, പ്ലസ് 1/Sനെ S കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതോടെ 1 ആയി. ഡിവൈഡഡ് ബൈ എഗെയിൻ ഡിനോമിനേറ്റർ സൈഡിലും ഞാൻ S കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ആണ്. ഹയസ്റ്റ് പവർ 10S ആണ്, അത് 10S² ആയി. നെക്സ്റ്റ് ഇത് 10S ആയി. പിന്നീടുള്ളത് 1/5. 1/5 എന്ന് പറഞ്ഞാൽ 0.2, റൈറ്റ്. സോ ഇതിൽ നിന്ന് നമുക്ക് പോൾസും സീറോസും വാലിഡേറ്റ് ചെയ്യാം. ന്യൂമറേറ്റർ പാർട്ട് ഇക്വൽ ടു 0 ചെയ്യുന്നതോടുകൂടി സീറോസ് കിട്ടും. സീറോസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 2 സീറോ കാണും, സിമിലർലി 2 പോളും കാണും. സോ സീറോസ് നമുക്ക് കിട്ടുന്നത് -0.5, റൈറ്റ്, -0.5 ആൻഡ് -0.04. ഇത് സീറോസ് വന്നു. സിമിലർലി പോൾസ് കാൽക്കുലേറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കാൽക്കുലേറ്റർ ഡയറക്റ്റ്ലായിട്ട് ഇക്വേഷൻ മോഡിൽ ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആൻസേഴ്സ് ഒബ്റ്റെയിൻ ചെയ്യുകയാണ്. സോ പോൾസ് എന്ന് പറഞ്ഞ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് -0.0294 ആൻഡ് -0.9795, റൈറ്റ്. ഇനി ഇത്ര മാത്രം വരച്ചു കഴിഞ്ഞാൽ, ഇത്രയും മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടത്തില്ല. എപ്പോഴും പോൾ സീറോയുടെ ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ പോൾ സീറോ കോൺഫിഗറേഷനും കൂടെ ഒന്ന് വരച്ച് കാണിക്കാൻ ശ്രദ്ധിക്കുക. സോ X ആക്സിസ് Y ആക്സിസ് സിഗ്മ J ഒമേഗ, റൈറ്റ്. ഇത് ഞാൻ 1 ആയിട്ട് എടുത്തു, റൈറ്റ്. ഇതപ്പോൾ ഇത് 0.5 ആയി. -1 -0.5. ഫസ്റ്റ് 0 ഉണ്ട്. 0 -0.5 0 ഉണ്ട്. -0.5 0 ഉണ്ട്. നെക്സ്റ്റ് -0.04 0 ഉണ്ട്. ഇത് 0.04. സിമിലർലി അടുത്ത പോൾസ് വരുന്നത് പോൾസ് ക്രോസ് ഇട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. സോ പോൾസ് വരുന്നത് 0.0294. അപ്പം ഇതിലും ചെറുതായിട്ടാണ്. അപ്പോൾ ആദ്യം അടുത്ത് വരുന്നത് തന്നെ പോളാണ്, റൈറ്റ്. ഇവിടെയാണ് ആ പോളുള്ളത്. ആ പോള് 0.0294 ആണ്. നെക്സ്റ്റ് അടുത്ത പോൾ വരുന്നത് 0.9795. അപ്പോൾ ഇവിടെയാണ്, റൈറ്റ്. ഇവിടെയായിട്ട് ഒരു പോളുണ്ട്. ഇവിടെയായിട്ടാണ് അടുത്ത പോള്. പോൾ സെറ്റ് നേരത്തെ മെൻഷൻ ചെയ്താണ്. ആ കാര്യം കൂടെ മാർക്ക് ചെയ്തേക്കുക. -0.02
0.94 ആൻഡ് -0.9795. ഇനി ഇത് എസ് പ്ലെയിൻ ആണെന്നുള്ള കാര്യം ഇൻഡിക്കേറ്റ് ചെയ്യണം. കോംപ്ലക്സ് ഫ്രീക്വൻസി പ്ലെയിൻ ആണ് സിഗ്മ j omega ആക്സിസ്. സോ എല്ലാം നെഗറ്റീവ് റിയൽ ആക്സിസിലാണ്. അതിനോടൊപ്പം ഇതിൽ നിന്ന് നമുക്ക് ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം സിസ്റ്റം കംപ്ലീറ്റ്ലി സ്റ്റേബിളാണ്. സ്റ്റേബിളായിട്ടുള്ളൊരു സിസ്റ്റമാണ്. ബട്ട് സ്റ്റേബിളാണ് എന്നുണ്ടെങ്കിലും ഈ സിസ്റ്റം വളരെ ഇൻസ്റ്റെബിലിറ്റിയുടെ വെർജിൻ്റെ അടുത്തുമാണ്. റൈറ്റ്, ആ കാര്യം കൂടെ ഓർത്തിരിക്കുക. ചെറിയൊരു വേരിയേഷൻ നടത്തി കഴിഞ്ഞാൽ ഇത് j omega ആക്സിസിലെത്തി ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അത് അൺസ്റ്റേബിൾ ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം പോൾ j omega ആക്സിസിൻ്റെ നിയർ ബൈ ആയിട്ട് തന്നെ ഉണ്ട് എന്നുള്ള കാര്യമുള്ളതുകൊണ്ട്. റൈറ്റ്, നെക്സ്റ്റ് നമുക്ക് 14 മാർക്സിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫോർ ദ നെറ്റ്വർക്ക് ഡിറ്റർമൈൻ ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ് Z11 of S, വോൾട്ടേജ് ഗെയിൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ G21 of S ആൻഡ് കറന്റ് ഗെയിൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ α21 of S. റൈറ്റ്, അപ്പോൾ ആദ്യം Z11 of S ആണ് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്. റൈറ്റ്, അപ്പോൾ ഇതിൽ Z11 of S ഇവാലുവേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഈ ഇംപിഡൻസിനെ Z1 ആയിട്ട് ഡിനോട്ട് ചെയ്യാൻ. റൈറ്റ്, ഇതിനെ ഞാൻ Z1 ആയിട്ടും സിമിലർലി ഈ ഇംപിഡൻസിനെ Z2 ആയിട്ടും ഡിനോട്ട് ചെയ്താണ്. എന്നിട്ട് നമുക്ക് സിംപ്ലിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഇതിനകത്ത് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നത് ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ് ഫംഗ്ഷൻ Z11 of S ആണ്. Z11 of S തന്നെയാണ് V1 of S ബൈ I1 of S. റൈറ്റ്, V1 of S എന്ന് പറയുന്നത് ഇവിടുത്തെ വോൾട്ടേജ് ബൈ കറൻറ്റാണ്. അല്ലെങ്കിൽ വോൾട്ടേജ് ബൈ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇംപിഡൻസ് തന്നെയാണ് ഒപ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇൻ എഫക്റ്റ് ഇതിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നത് ഈ ഇംപിഡൻസ് ആണ്. ടോട്ടൽ ഇംപിഡൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ മാത്രമേ ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ഹാഫിൽ പറയുന്നുള്ളൂ. അപ്പം ഇംപിഡൻസ് ചെക്ക് ചെയ്യാം. ഇതിൽ ആദ്യം ഞാൻ Z1 ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. Z1 എന്ന് പറയുന്നത് ഒരു 1/2 ഫാരഡ് പാരലൽ വിത്ത് 1 ഹെൻറി ആണ്. അപ്പോൾ ഈ 1/2 ഫാരഡ് എന്ന് പറയുന്നത് 1/SC ആണ്. റൈറ്റ്, അപ്പോൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/S അല്ലെങ്കിൽ 2/S ആയിട്ട് വന്നു. റൈറ്റ്, 2/S ആയിട്ട് വന്നു. സിമിലർലി നെക്സ്റ്റ് ഉള്ളത് 1 ഹെൻറി ആണ്. 1 ഹെൻറി എന്ന് പറയുന്നത് SL ആണ്. സോ അത് എത്രയായിട്ട് വരും? S ആയിട്ട് തന്നെ വരും. 2/Sഉം S ആയിട്ട് വന്നു. സിമിലർലി ഇവിടെ ഒരു 1 ഫാരഡ് ഉണ്ട്. ആ 1 ഫാരഡ് നമുക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ 1/SC ആണ്. സോ അത് 1/S ആയിട്ട് വരും. സിമിലർലി ഇനി അടുത്തുള്ളൊരു 2 ഹെൻറി ആണ്. 2 ഹെൻറി ആണെങ്കിലോ SL ആണ്. അപ്പോൾ 2S ആയിട്ടും വരും. നമുക്ക് എപ്പോഴും ഇടയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരുന്നതുകൊണ്ടാണ് ഞാൻ ആ ഫോമിൽ അവിടെ മാർക്ക് ചെയ്ത് നിർത്തിയത്. അപ്പോൾ ഇനി Z1 വാല്യൂറ്റ് ചെയ്യാം. 1/2 ഫാരഡിന് കറസ്പോണ്ടിംഗ്ലി മാർക്ക് ചെയ്യേണ്ടത് 2/S ആണ്. 2/S പാരലൽ വിത്ത് 1 ഹെൻറി. 1 ഹെൻറി എന്ന് പറയുമ്പോൾ S. സോ ഇത് Z1 Z2 ബൈ Z1 പ്ലസ് Z2 ചെയ്യുക. സോ 2/S ഇൻറ്റു S. സോ 2i ഡിവൈഡഡ് ബൈ 2/S പ്ലസ് S. അല്ലെങ്കിൽ നമുക്ക് S കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 2S ഡിവൈഡഡ് ബൈ S² പ്ലസ് 2 ആയിട്ട് വന്നു. റൈറ്റ്, സിമിലർലി Z2 ഒന്ന് ചെക്ക് ചെയ്യാം. Z2 വേറെ ഒന്നുമില്ല, ഡയറക്റ്റ് അഡീഷൻ മാത്രമേ ഉള്ളൂ, സീരീസ് കണക്ഷൻ ആയതുകൊണ്ട്. 1 ഫാരഡ് എന്ന് പറഞ്ഞാൽ 1/S ആണ്. സോ 1/S പ്ലസ് 2S. റൈറ്റ്, അത് വേണമെങ്കിൽ അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. സോ അപ്പം നമുക്ക് 1 പ്ലസ് 2S² ബൈ S. റൈറ്റ്, 1 പ്ലസ് 2S² ബൈ S ആയിട്ട് Z2ഉം ഒപ്റ്റെയിൻ ചെയ്തു. അപ്പം ഇത് രണ്ടും ഒപ്റ്റെയിൻ ചെയ്തെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി Z11 of S ഇതിൽ നിന്ന് എഴുതാൻ പറ്റുന്നതാണ്. Z11 of S എന്ന് വെച്ചാൽ ഇതിൻ്റെ അഡീഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. Z11 of S ഈക്വൽ ടു Z1 of S പ്ലസ് Z2 of S. സോ രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. 2S ബൈ S² പ്ലസ് 2 പ്ലസ് 1 പ്ലസ് 2S². റൈറ്റ്, 1 പ്ലസ് 2S² ബൈ S. സോ അത് ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ കോമൺ ആയിട്ട് എടുത്ത് മൾട്ടിപ്ലൈ ആണ്. സോ 2S² പ്ലസ് S² പ്ലസ് 2S⁴ പ്ലസ് 2 റൈറ്റ് പ്ലസ് 2 പ്ലസ് 4S² ഡിവൈഡഡ് ബൈ S ഇൻറ്റു S² പ്ലസ് 2 ദാറ്റ് ഈസ് S³ പ്ലസ് 2S. റൈറ്റ്, ഡിവൈഡഡ് ബൈ S³ പ്ലസ് 2S ആയിട്ട് വന്നു. സോ ഇനി ഞാൻ ന്യൂമറേറ്റർ പാർട്ട് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ഹയസ്റ്റ് പവർ S⁴ ആണ്. 2S⁴ പ്ലസ് അടുത്ത 3S² പ്ലസ് 4S². സോ 7S². റൈറ്റ്, പ്ലസ് 2 ഡിവൈഡഡ് ബൈ S³ പ്ലസ് 2S. സോ Z11 of S നമുക്ക് ഈ ഫോമിൽ ഒപ്റ്റെയിൻ ചെയ്തു. സിമിലർലി നെക്സ്റ്റ് വാല്യൂറ്റ് ചെയ്യാൻ പറയുന്നത് വോൾട്ടേജ് ഗെയിൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്. G21 of S ആണ്. G21 of S എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് ഗെയിൻ ട്രാൻസ്ഫർ ആണ്. V2 of S ബൈ V1 of S ആണ്. ഇനി ഇത് നോക്കുക, ഇത് ഈ രണ്ട് ഇംപിഡൻസ് Z1ഉം Z2ഉം സീരിയലി കണക്ട് ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഞാൻ ഒരു കറണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ കറണ്ട് തന്നെയാണ് ഈ കംപ്ലീറ്റ് സർക്യൂട്ടിലും
പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു കോമൺ കറണ്ടാണ് ഇത് രണ്ടിടത്തും പോകുന്നത്. അപ്പം ഇൻ എഫക്റ്റ് എനിക്കതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഓഫ് എസ് കറണ്ട് ഇൻറ്റു ഇമ്പിഡൻസ് ആണ്. ഇമ്പിഡൻസ് എന്ന് പറയുന്നത് V2 of S പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് വരുന്നത് Z2 of S ആണ്. സോ ഐ ഓഫ് എസ് ഇൻറ്റു Z2 of S ഡിവൈഡഡ് ബൈ V1 of S. V1 of S അഗെയിൻ ഐ ഓഫ് എസ് ഇൻറ്റു Z1 of S പ്ലസ് Z2 of S. റൈറ്റ്, ടോട്ടൽ ഇമ്പിഡൻസ് ആണ്. V1 of S എന്ന് വെച്ചാൽ ഈ ടെർമിനൽസിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ആണ്. അതായത് ഈ വോൾട്ടേജ് പ്ലസ് ഈ വോൾട്ടേജ് ആണ്. അതുകൊണ്ടാണ് ഐ ഓഫ് എസ് ഇൻറ്റു Z1 of S പ്ലസ് Z2 of S ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഐ ഓഫ് എസും ക്യാൻസൽ ചെയ്തു. Z2 of S നമ്മൾ നേരത്തെ ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൈറ്റ്, 1 പ്ലസ് 2s² ബൈ എസ്. ഇനി Z1 of S പ്ലസ് Z2 of S എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കിട്ടിയതുമാണ്. റൈറ്റ്, അപ്പം അതിനെ ഡിവൈഡഡ് ബൈ 2s raised to 4 plus 7s² plus 2 by s³ plus 2s തന്നെയാണ് ഇൻറ്റു s³ plus 2s ഡിവൈഡഡ് ബൈ 2s raised to 4 plus 7s² plus 2. റൈറ്റ്, ഇനി അതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ ആൻസേഴ്സിലേക്ക് എത്താൻ പറ്റും. ഇവിടെ ഒരു എസ് ഉണ്ട്, ഇവിടെയും ഹയസ്റ്റ് s³ plus 2s ഉണ്ട്. സോ എസ് ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. സോ 1 plus 2s² റൈറ്റ് ഇൻറ്റു s² plus 2 ഡിവൈഡഡ് ബൈ 2s raised to 4 plus 7s² plus 2. റൈറ്റ്, ഇത് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ മതി. സോ ആദ്യം s² plus 2 വന്നു, നെക്സ്റ്റ് 2s raised to 4 plus 4s² ബൈ 2s raised to 4 plus 7s² plus 2. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുന്നതോട് 2s raised to 4 plus 5s² plus 2 ഡിവൈഡഡ് ബൈ 2s raised to 4 plus 7s² plus 2. റൈറ്റ്, സോ ഈ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. നെക്സ്റ്റ് കറണ്ട് ഗെയിൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ α2 of S ആണ് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നത്. ബട്ട് ഇവിടെ കറണ്ടിന് ഇവിടെ പൊളാരിറ്റീസോ മാർക്ക് ചെയ്തിട്ടില്ല, സിമിലർലി ഡയറക്ഷൻസ് മാർക്ക് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ I1 of S ഇങ്ങോട്ട് എൻ്റർ ചെയ്യുന്ന കണക്കും സിമിലർലി I2 of S ഞാൻ ഇങ്ങോട്ട് എൻ്റർ ചെയ്യുന്ന കണക്കും മാർക്ക് ചെയ്യുകയാണ്. റൈറ്റ്, അപ്പം ഇത് നിങ്ങൾ എടുക്കുമ്പോൾ I2 of S ഇനി തിരിച്ചാണ് മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് സൈൻ വരും എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. സോ ഈ I1 of S α21 of S എന്ന് പറയുന്നത് റൈറ്റ്, α21 of S എന്ന് പറയുന്നത് I2 of S ബൈ I1 of S ആണ്. റൈറ്റ്, I2 of S ബൈ I1 of S ആണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇത് രണ്ടും സീരിയലി കണക്റ്റഡ് ആണ്. I1 of Sന്റെ ഡയറക്ഷൻ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് ചെയ്യാം. I1 of S നമുക്ക് ഈ രീതിയിൽ കറണ്ട് ഇങ്ങനെ വന്നു, ഈ രണ്ടെണ്ണത്തിലും കയറി അത് വീണ്ടും ജോയിൻ ചെയ്തു, ഈ രീതിയിൽ വന്നു പോകുന്ന കറണ്ടാണ്. റൈറ്റ്, I1 of S ഇത് ഒരിക്കലും ഇങ്ങോട്ട് എൻ്റർ ചെയ്യുന്നില്ല. റൈറ്റ്, കാരണം ഇവിടെ ഓപ്പൺ സർക്യൂട്ടാണ്, ഇങ്ങോട്ട് കറണ്ട് ഫ്ലോ ഉണ്ടാകത്തുമില്ല. സിമിലർലി നമുക്ക് I2 of S ഒന്ന് ചെക്ക് ചെയ്യാം. I2 of S എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഞാൻ അപ്ലൈ ചെയ്യുന്ന കറണ്ടാണ്. ഈ കറണ്ട് ഇവിടെ വന്നിട്ട് ഒരിക്കലും ഇങ്ങോട്ട് എൻ്റർ ആവത്തില്ല, കാരണം ഇവിടെ ഓപ്പൺ സർക്യൂട്ടഡ് ആണ്. റൈറ്റ്, ഈ ബ്രാഞ്ച് ഓപ്പൺ സർക്യൂട്ടഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഈ കറണ്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകുന്ന കറണ്ടാണ്. റൈറ്റ്, അപ്പം ഒന്ന് ചെക്ക് ചെയ്യാം. ഈ ഇവിടെ കൂടെ പോകുന്ന കറണ്ട് I1 of S തന്നെയാണ്, ഈ ബ്രാഞ്ചിൽ കൂടെ പോകുന്ന കറണ്ട് അത് തന്നെയാണ് I2 of S ആയിട്ടും പോകുന്നത്. റൈറ്റ്, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം പറഞ്ഞ കാര്യം. I1 of S ഇവിടെ വന്നിട്ട് ഈ ക്ലബ് ചെയ്തിരിക്കുന്നിടത്ത് വന്നു കഴിഞ്ഞിട്ട് വീണ്ടും അത് ജോയിൻ ചെയ്ത് ഒരു സെയിം കറണ്ടായിട്ട് തന്നെയാണ് 1 farad 2 Henryയിലൂടെ ഒഴുകുന്നത്. I1 of S കംപ്ലീറ്റ്ലി തന്നെ ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. സിമിലർലി I2 of S എടുത്താൽ അത് കംപ്ലീറ്റ്ലി ഈ പോർഷനിലാണ് പോകുന്നത്, ഇങ്ങോട്ട് ഒരു കറണ്ടും എൻ്റർ ചെയ്യുന്നില്ല. അപ്പോൾ I1 of S I2 of S ഈക്വലാണെന്ന് പറയുമ്പോൾ α21 of S എന്ന് പറയുന്നത് I2 of S ബൈ I1 of S ഈക്വലാണ്. സോ രണ്ടും സെയിം ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. റൈറ്റ്, ഇനി ഇത് നിങ്ങൾക്ക് ഈ പറഞ്ഞതിലൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അല്ലാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ α21 of S I2 of S ബൈ I1 of S ആയിട്ട് എനിക്ക് മാർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. സോ I2 of S എന്ന് പറയുന്നത് V2 of S, റൈറ്റ്, V2 of S ബൈ അവിടെ വരുന്ന ഇമ്പിഡൻസ്, അതായത് ഇവിടെ വരുന്ന ഇമ്പിഡൻസ് എന്ന് പറയുന്നത് Z2 of S ആയിട്ടാണ് നമ്മൾ റിലേറ്റ് ചെയ്തത്. റൈറ്റ്, ഇനി സിമിലർലി I1 of S എന്ന് പറയുന്നത് അഗെയിൻ I1 of S എന്ന് പറയുന്നത് വോൾട്ടേജ് ബൈ ഇമ്പിഡൻസ് ചെയ്യുക. ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് V1 of S ആണ്. സോ ഡിനോമിനേറ്റർ സൈഡിലാണ് ഇവിടെ V1 of S വരുന്നത്. ഇവിടുത്തെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് Z1 of S പ്ലസ് Z2 of S ആണ്, അല്ലെങ്കിൽ Z11 of S ആണ്. കാരണം എന്ന് പറയുന്നത് വോൾട്ടേജ് ബൈ ഇമ്പിഡൻസ് എടുക്കുമ്പോൾ ഈ വോൾട്ടേജ് ബൈ ഈ രണ്ട് ടെർമിനലിൽ ഫേസ് ചെയ്യപ്പെടുന്ന ഇമ്പിഡൻസ് ആണ്. അതെന്ന് പറയുന്നത് ഈ ഇമ്പിഡൻസും ഈ ഇമ്പിഡൻസിൻ്റെയും കൂടെ സമ്മേഷനാണ്. സോ അത് എനിക്ക് Z11 of S ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. റൈറ്റ്, ഇനി അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് V2 of S ബൈ
V1 of s ആണ് ഞാനിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. V2 of s ബൈ V1 of s ആണ് നമ്മൾ G21 of s ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതായത് 2s raised to 4 പ്ലസ് 5s square പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2s raised to 4 പ്ലസ് 7s square പ്ലസ് 2 ആയിട്ട് വന്നു. റൈറ്റ്. നെക്സ്റ്റ് Z11 of s. Z11 of s എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിട്ടിയിരിക്കുന്നതാണ്. Z11 of s എന്ന് പറയുന്നത് ഇതാണ്. റൈറ്റ്, ഇതാണ്. റൈറ്റ്. സോ അതെന്ന് പറയുന്നത് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത് 2s raised to 4 പ്ലസ് 7s square പ്ലസ് 2 ഡിവൈഡഡ് ബൈ s cube പ്ലസ് 2s. റൈറ്റ്. ഇപ്പോൾ Z11 of s ആയി ഇൻറ്റു 1 ബൈ Z2 of s. റൈറ്റ്. 1 ബൈ Z2 of s എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻവേഴ്സ്, ദാറ്റ് ഈസ് എസ് ബൈ 2s square പ്ലസ് 1. ഇനി നോക്കുക, 2s raised to 4 പ്ലസ് 7s square പ്ലസ് 2 ഇവിടെയും ക്യാൻസലായി. നെക്സ്റ്റ് ഒരു എസ്സും ഇതിലെ ഒരു എസ്സും പോയി. സോ s square പ്ലസ് 2 ആയിട്ട് ഡിനോട്ട് ചെയ്യാം. s square പ്ലസ് 2 ഇൻറ്റു 2s square പ്ലസ് 1 തന്നെയാണ് 2s raised to 4 പ്ലസ് 5s square പ്ലസ് 2. സോ എഗെയിൻ അത് 1 ആയിട്ട് തന്നെ വന്നു. സോ ഇത് ഇങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് 1 ആയിട്ട് വന്നു. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രിൻസിപ്പിൾ തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്, I2 of s ബൈ I1 of s. റൈറ്റ്. സോ നെക്സ്റ്റ് എസ് എ ക്വസ്റ്റ്യൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 7 മാർക്സ് ആൻഡ് 7 മാർക്സ് ആയിട്ടാണ്. അതിലെ ഫസ്റ്റ് 7 മാർക്കാണ് തിയററ്റിക്കൽ ക്വസ്റ്റ്യനുമാണ്. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ നെസസറി കണ്ടീഷൻസ് ഫോർ എ നെറ്റ്വർക്ക് ഡ്രൈവിംഗ് പോയിന്റ് ഫംഗ്ഷൻ ആൻഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻസ്. സോ ഇതിലെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ കേസ് വളരെ ക്ലിയർലി ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ, അതായത് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളാണ് ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ വരുന്നത്. ഡ്രൈവിംഗ് പോയിന്റ് ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ ഇതിൽ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ആണ് പറയുന്നത്. തമ്മിൽ വരുത്തുന്ന ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ചെക്ക് ചെയ്യാൻ പറയുന്നത്. സോ അതിലേക്ക് നമുക്ക് പോകാം. നേരത്തെ മെൻഷൻ ചെയ്ത കണക്ക് ഞാൻ ആ നെറ്റ്വർക്ക് ഫംഗ്ഷനെ ന്യൂമറേറ്റർ പാർട്ട് n of s ഉം ഡിനോമിനേറ്റർ പാർട്ട് d of s ആയിട്ടും മാർക്ക് ചെയ്യുകയാണ്. ഇതിൽ കോഎഫിഷ്യൻസ് പോളിനോമിയൽസ് n of s-ൻ്റെ പോളിനോമിയൽസ് ആണെങ്കിലും d of s പോളിനോമിയൽസിൻ്റെയും കോഎഫിഷ്യൻസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം, സിമിലർലി റിയലും ആയിരിക്കണം. റൈറ്റ്. ഇതിൻ്റെ റൂട്ട്സ് ഇമാജിനറി അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടാണ് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന കോംപ്ലക്സ് പോൾസ് എപ്പോഴും കോൺജുഗേറ്റ് പെയേഴ്സ് ആയിരിക്കണം. ഈ രണ്ട് പറഞ്ഞ കാര്യങ്ങളും നേരത്തെ നമ്മൾ കണ്ടതാണ്. ട്രാൻസ്ഫർ ഫംഗ്ഷനും ഇതേ കണക്കുള്ള കൺസെപ്റ്റാണുള്ളത്, കോൺജുഗേറ്റ് പെയേഴ്സ് ആയിട്ട് തന്നെ വരാവും. ഇനി ഇവിടെയാണ് ഞാൻ അടുത്ത ഒരു വലിയ ഡിഫറൻസ് വരുത്തിയിരിക്കുന്നത്. ഈ നമ്മൾ ഡ്രൈവിംഗ് പോയിന്റ് ഫംഗ്ഷൻ എടുക്കുമ്പം അവിടെ റിയൽ പാർട്ട്, അതായത് റിയൽ പാർട്ട് എന്ന് പറയുന്നത് എപ്പോഴും കോംപ്ലക്സ് ആയിട്ട് വരുന്ന ആ നമ്പറിൻ്റെ റിയൽ പാർട്ട് എപ്പോഴും നെഗറ്റീവോ സീറോയോ തന്നെ ആകണം. റൈറ്റ്. ഇത് പ്രത്യേകം ഓർത്തിരിക്കുക, ബോത്ത് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനുമാണ്. ബട്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ കേസിലായിരുന്നപ്പോൾ ഡിനോമിനേറ്റർ ഹാഫിൽ മാത്രമായിരുന്നു ഈ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നത്. ബട്ട് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിനും ഈ റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നുള്ള കേസ്. റൈറ്റ്. തേർഡ് പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ് മറ്റതിൽ നമ്മൾ കണ്ടതായിട്ട് സിമിലർ ആണ്. റിയൽ പാർട്ട് ഓഫ് ഓൾ പോൾസ് ആൻഡ് സീറോസ്. റൈറ്റ്. പോൾസിൻ്റെയോ സീറോസിൻ്റെയോ റിയൽ പാർട്ടുകളെല്ലാം തന്നെ ഒന്നുകിൽ സീറോ ആകുന്നുണ്ടെങ്കിൽ അത് മസ്റ്റ് ബി സിമ്പിൾ ആയിരിക്കണം. അത് മൾട്ടിപ്പിൾ പോൾസോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സീറോസോ ഒരു ലൊക്കേഷനിൽ ഈ കോംപ്ലക്സ് നമ്പേഴ്സാണ് ജനറേറ്റ് ചെയ്ത് വന്നിട്ട് അതിൻ്റെ റിയൽ പാർട്ട്, പോളിൻ്റെയോ സീറോയുടെ റിയൽ പാർട്ട് സീറോ ആകുന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന പോളും സീറോയും സിമ്പിൾ ആയിരിക്കണം. മൾട്ടിപ്പിൾ പോൾസ് ഓർ മൾട്ടിപ്പിൾ സീറോസ് വരാൻ പാടില്ല. അങ്ങനെ റെസ്ട്രിക്ഷൻ വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ പോൾസോ മൾട്ടിപ്പിൾ സീറോസോ വരണമെങ്കിൽ സിസ്റ്റം അൺസ്റ്റേബിൾ ആകാനുള്ളൊരു സാധ്യതയുണ്ട്. നെക്സ്റ്റ് എന്താണ് ഇവിടെ അപ്ലൈ ചെയ്ത കണക്കുള്ളൊരു റെസ്ട്രിക്ഷനാണ് അടുത്ത വരുന്നത്. ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ടേംസിൽ ഹയസ്റ്റ്, അതായത് പോളിനോമിയലിൻ്റെ ഹയസ്റ്റ് ടേം മുതൽ ലോവസ്റ്റ് ടേം വരെ മിസ്സിംഗ് ടേംസ് ഒന്നും വരാൻ പാടില്ല. ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിനും ഈ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. റൈറ്റ്. ഹയസ്റ്റ് ഡിഗ്രിയും ലോവസ്റ്റ് ഡിഗ്രിയും തമ്മിൽ ഒരു ടേം പോലും മിസ് ചെയ്യാൻ പാടില്ല. നേരത്തെ പറഞ്ഞ കണക്ക് S⁵5 ആണ് ഉണ്ടെങ്കിൽ അതിനകത്ത് S⁴ ടൈം കാണണം, S⁵3 ടൈം കാണണം, S⁵2 വേണം, S⁴1 ടൈം കാണണം, സിമിലർലി S⁵0 ടൈം കാണണം. ഇത് ബോത്ത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിനും ഇവിടെ ഈ കണ്ടീഷനുണ്ട്. ട്രാൻസ്ഫർ ഫംഗ്ഷനിലാണെങ്കിൽ ഡിനോമിനേറ്റർ സൈഡിൽ മാത്രമേ ഈ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഈ കേസിൽ ഡ്രൈവിംഗ് പോയിന്റ് ഫംഗ്ഷനിലാണെങ്കിൽ രണ്ടിടത്തും ഉണ്ട്. ഡ്രൈവിംഗ് പോയിന്റ് ഫംഗ്ഷനിലാണെങ്കിൽ ബോത്ത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഈ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇനി ഇതിന് ഒരു റിലാക്സേഷൻ പറയുന്നത് ഒന്നുകിൽ കംപ്ലീറ്റ് ഓഡ് ടൈംസ് അല്ലെങ്കിൽ ഈവൻ ടൈംസ് മിസ് ചെയ്യാം. റൈറ്റ്. അപ്പം ഈവൻ ടൈം മിസ്സാവുന്നുണ്ടെങ്കിൽ S⁴ വന്നിട്ടില്ലെങ്കിൽ S² വരാൻ പാടില്ല, സിമിലർലി S⁻⁴ വരാൻ പാടില്ല. സിമിലർലി ഓഡ് ടൈംസ് മിസ്സാവുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഓഡ് ടൈംസ് മിസ്സാവണം. നേരത്തെ ഞാൻ മെൻഷൻ ചെയ്തതാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ടൈം മാത്രമായിട്ട് വാക്കൻ്റ് ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ പോൾസ് കംപ്ലീറ്റ് റൈറ്റ് ഓഫ് പ്ലെയിനിൽ വരികയും സിസ്റ്റം അൺസ്റ്റേബിൾ ആകാനുള്ളൊരു സാധ്യതയും ഉണ്ട്. ഇനി ഇതിനകത്ത് ലാസ്റ്റ് ഒരു പോയിന്റും കൂടെ ആഡ് ചെയ്യാനുള്ളത്, നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എടുത്തു. ന്യൂമറേറ്ററിൻ്റെ ലോവസ്റ്റ് ഡിഗ്രി എടുക്കുകയാണ്. ഞാനിപ്പോൾ അസ്യൂം ചെയ്യുക S⁻³ പ്ലസ് S² പ്ലസ്
എസ് റൈസ് ടു 1 പ്ലസ് എസ് റൈസ് ടു 0, റൈറ്റ്. ഇങ്ങനെ ഒരെണ്ണം ന്യൂമറേറ്ററിൽ വന്നു. ഡിനോമിനേറ്ററിൽ ഞാൻ വരുത്തിയിരിക്കുന്നത് 2s² പ്ലസ് 3s പ്ലസ് 2, റൈറ്റ്. അപ്പം ഇതിൽ ലോവസ്റ്റ് ഡിഗ്രി ചെക്ക് ചെയ്യുക. ലോവസ്റ്റ് ഡിഗ്രി ഇതിൻ്റെ കേസിൽ എടുക്കുമ്പോഴത്തേക്ക് എസ് റൈസ് ടു 0 ആണ്. അത് കറസ്പോണ്ടിംഗ്ലി ലോവസ്റ്റ് ഡിഗ്രി ഇവിടെ വന്നിരിക്കുന്നത് 0 ആണ്, റൈറ്റ്. സിമിലർലി ഇവിടെ വന്നിരിക്കുന്നതും 0 ആണ്. അപ്പം ഇത് തമ്മിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ 1 ഡിഗ്രിയുടെ ഡിഫറൻസ് മാത്രമേ വരാവൂ, റൈറ്റ്. ഇവിടെ എസ് റൈസ് ടു 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആണ്. ഇവിടെ 2 ഇൻറ്റു എസ് റൈസ് ടു 0 എന്നാണ് ആക്ച്വലി ഇത്. അപ്പം രണ്ടിടത്തും എസ് റൈസ് ടു 0 ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡിഗ്രീസ് ലോവസ്റ്റ് ഡിഗ്രി എടുക്കുമ്പോൾ ഇവിടെ 0 ആണ്, ഇവിടെയും 0 ആണ്. ഇനി ഏതെങ്കിലും രീതിയിൽ അതിലൊരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ ലോവസ്റ്റ് ഡിഗ്രീസ് തമ്മിൽ ഒരേ ഒരു ഡിഫറൻസ് മാത്രമേ വരുത്താവൂ. ഇതും ഇതിനകത്തോട്ട് ആഡ് ചെയ്തിരിക്കുന്ന പുതിയ പോയിൻ്റാണ്. ട്രാൻസ്ഫർ ഫംഗ്ഷനിലേക്ക് ഇല്ലാതെ ഡ്രൈവിംഗ് പോയിൻറ്റ് ഫംഗ്ഷനിലുള്ള ഒരു റെസ്ട്രിക്ഷനാണ്. അപ്പം ഈ 1, 2 പിന്നെ ഈ കാര്യം എൻ ഓഫ് എസും ഡി ഓഫ് എസും തമ്മിലുള്ള ഡിഗ്രിയുടെ ഡിഫറൻസ് മാക്സിമം 1 വരുത്താവും. നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ കേസിൽ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കറസ്പോണ്ടിംഗ്ലി ന്യൂമറേറ്റർ പാർട്ടിൻ്റെ ഡിഗ്രി ഈവൻ 0 ആയാലും അവിടെ ഒരു ഇഷ്യൂ ഇല്ല. ബട്ട് ഇവിടെയാണെങ്കിലോ അങ്ങനെ പറ്റത്തില്ല. ഇവിടെ മാക്സിമം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിൽ ഒരെണ്ണത്തിൻ്റെ ഡിഫറൻസ് മാത്രമേ വരുത്തൂ. അപ്പോൾ ഈ 4 വാലിഡ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് ഇത് തമ്മിൽ വലിയൊരു ഡിഫറൻസ് വരുത്തുന്നത്. ഫസ്റ്റ് ഇത്, സെക്കൻഡ് ഇതായിരുന്നു, തേർഡ് മാക്സിമം 1 വരെ വരുത്താവും. സിമിലർലി ലോവസ്റ്റ് ഡിഗ്രീസ്. ഈ 4 ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇല്ലാതെ ഇവിടെ വരുത്തിയിരിക്കുന്ന റെസ്ട്രിക്ഷൻസുമാണ്, റൈറ്റ്. നെക്സ്റ്റ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. 7 മാർക്സ് ആണ് ഈ ക്വസ്റ്റിന് അലോട്ട് ചെയ്തിരിക്കുന്നത്. ഫോർ ദ ഫോളോയിങ് നെറ്റ്വർക്ക് ഇവാലുവേറ്റ് ദ അഡ്മിറ്റൻസ് ഫംഗ്ഷൻ y of s as seen by the source I of t. Also plot the poles and zeros of y of s, റൈറ്റ്. അപ്പം ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ അഡ്മിറ്റൻസ് ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യാനാണ്, ഈ തന്നിരിക്കുന്ന നെറ്റ്വർക്കിൻ്റെ അഡ്മിറ്റൻസ് ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ അഡ്മിറ്റൻസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നുകിൽ ഇംപെഡൻസ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, റൈറ്റ്. എന്നിട്ട് അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുക. ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് അഡ്മിറ്റൻസ് ഫംഗ്ഷൻ ഒബ്റ്റെയിൻ ചെയ്യും, റൈറ്റ്. അല്ലെങ്കിൽ ഡയറക്റ്റ്ലി അഡ്മിറ്റൻസ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം ഇത് 2 രീതി ചെയ്താലും നമുക്ക് ആൻസർ സെയിം ആയിട്ട് തന്നെ കിട്ടും. നമ്മൾ കൂടുതൽ എപ്പോഴും ഈ ഇംപിഡൻസുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് ഞാനും ഇംപിഡൻസ് ഫംഗ്ഷൻ്റെ രീതിയിലാണിത് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അഡ്മിറ്റൻസ് ഫംഗ്ഷൻ വർക്ക് ചെയ്താലും അതും സെയിം ആയിട്ട് തന്നെ റിസൾട്ട് ഒബ്റ്റെയിൻ ചെയ്യുകയും ചെയ്യും. അതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ ആദ്യം ഞാൻ ഈ പാരലൽ കോമ്പിനേഷൻ എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഇംപിഡൻസ് ആണ് ഞാൻ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇംപിഡൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ടോട്ടലായിട്ട് ആ എക്സ്പ്രഷൻസ് ഒന്ന് എഴുതി നോക്കാം. അതായത് ഒരു 2 ഹെൻറി, അപ്പോൾ അതിന് ഇക്വലൻ്റ് ഇംപിഡൻസ് നമുക്ക് ആദ്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 2 ഹെൻറി എന്ന് പറയുമ്പോൾ L ആണ്. അപ്പോൾ അത് എത്രയായി 2s ആയിട്ട് മാറി, റൈറ്റ്. നെക്സ്റ്റ് 4 ഓം ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തു. നെക്സ്റ്റ് അടുത്തുള്ളത് 1 ഫാരഡ് ആണ്. 1 ഫാരഡ് ആകുമ്പോൾ അത് 1/s ആയി, റൈറ്റ്. നെക്സ്റ്റ് അഗെയിൻ 2 ഓം ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മളിവിടെ വരുത്തേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ടോട്ടൽ ഇംപിഡൻസ് എന്ന് പറയുന്നത് 2 ഹെൻറി പാരലൽ 4 ഓം. 2 ഹെൻറി എന്ന് പറയുന്നത് 2s, റൈറ്റ്. 2s പാരലൽ 4 ഓം. അതിൻ്റെ കൂടെ ഒരു 1 ഫാരഡ് ഉണ്ട്. അത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ പാരലൽ കോമ്പിനേഷൻ എടുക്കുമ്പോൾ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഇംപിഡൻസ് ആയി. അത് ഈ 1 ഫാരഡുമായിട്ട് സീരീസ് ആയിട്ടാണ് പോകുന്നത്. സോ 1 ഫാരഡ് ആകുമ്പോൾ അത് 1/s ആയിട്ട് റിലേറ്റ് ചെയ്യണം, റൈറ്റ്. എന്നിട്ട് ആ ഓൾ കോമ്പിനേഷൻ ഇൻ പാരലൽ വിത്ത് ദിസ് 2 ഓം, റൈറ്റ്. സോ നമുക്കിനി ഇതൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. 2s പാരലൽ 4 ആണ് ഞാൻ ആദ്യം ഇവാലുവേറ്റ് ചെയ്യുന്നത്, റൈറ്റ്. 2s പാരലൽ 4 അത് ഫസ്റ്റ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. 2s പാരലൽ 4 എന്ന് പറയുമ്പോൾ 2s ഇൻറ്റു 4 ദാറ്റ് ഈസ് 8s ബൈ 2s പ്ലസ് 4, റൈറ്റ്. അതിൻ്റെ കൂടെ ഇനി അടുത്ത എന്ത് ടേമും കൂടെ ഉണ്ട്, പ്ലസ് 1/s കൂടെ ഉണ്ട്, റൈറ്റ്. നെക്സ്റ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ആൻസറിൻ്റെ കൂടെ 1/s കൂടെ ആഡ് ചെയ്തതാണ്. അതായത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന 8s ബൈ 2s പ്ലസ് 4 ആണ്. അത് ഞാൻ ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. കോമൺ ആയിട്ട് 2 ഉള്ളതുകൊണ്ട്. സോ 4s ബൈ s പ്ലസ് 2, റൈറ്റ്. 4s ബൈ s പ്ലസ് 2 അതിൻ്റെ കൂടെ ഒരു 1/s കൂടെ ഉണ്ട്. സോ അത് ഈക്വൽ ടു 4s², റൈറ്റ്. 4s² പ്ലസ് s പ്ലസ് 2 ഡിവൈഡഡ് ബൈ s ഇൻറ്റു s പ്ലസ് 2, റൈറ്റ്. ഇനി ഈ കിട്ടിയിരിക്കുന്നത് കംപ്ലീറ്റ് ഇപ്പോൾ കിട്ടിയ ആൻസർ ഇതാണ്. അത് ഈ ഫോമിനെ കറസ്പോണ്ട് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ ഇനി പാരലി ഒരു 2 കൂടെ ഉണ്ട്. സോ നമുക്ക് ഫൈനൽ ആൻസർ അപ്പോൾ അതിൽ നിന്ന് എഴുതാൻ പറ്റും. സോ നമുക്കിത് പാരലി കോമ്പിനേഷൻ എടുക്കുന്നതോടെ നമുക്ക് Z(s) ആയി. Z(s) ഈക്വൽ ടു ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്, അതായത് 4s² പ്ലസ് s പ്ലസ് 2 ഡിവൈഡഡ് ബൈ s² പ്ലസ് 2s, റൈറ്റ്. അതിനോടൊപ്പം 2 പാരലാണ്. സോ Z1 Z2 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇംപിഡൻസ്, അതായത് ഈ ടേം പ്ലസ് ഈ 2, റൈറ്റ്. സോ 4s² പ്ലസ് s പ്ലസ് 2 ഡിവൈഡഡ് ബൈ s² പ്ലസ് 2s. ഞാൻ ഡിനോമിനേറ്റർ സൈഡ് കോമൺ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ 2 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ ആഡ് ചെയ്ത് എഴുതുകയാണ് 2s² പ്ലസ് 4s,
റൈറ്റ്. എസ് സ്ക്വയർ പ്ലസ് 2s രണ്ടിടത്തും ക്യാൻസലായി. സോ ന്യൂമറേറ്റർ സൈഡിൽ 8s സ്ക്വയർ പ്ലസ് 2s പ്ലസ് 4 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സൈഡിൽ 4 സ്ക്വയർ ഉണ്ട് 2s സ്ക്വയർ ഉണ്ട്. സോ 6s സ്ക്വയർ പ്ലസ് എസിൻ്റെ ടേംസ് 4 + 1 5s പ്ലസ് 2. റൈറ്റ്. ഇപ്പോൾ കിട്ടിയത് ഇസഡ് ഓഫ് എസ് ആണ്. നമുക്ക് വേണ്ടത് വൈ ഓഫ് എസ് ആണ്. സോ വൈ ഓഫ് എസ് വേറെ ഒന്നുമില്ല, ഇതിൻ്റെ ഇൻവേഴ്സ് ആണ്. ദാറ്റ് ഈസ് 6s സ്ക്വയർ പ്ലസ് 5s പ്ലസ് 2 ഡിവൈഡഡ് ബൈ 8s സ്ക്വയർ പ്ലസ് 2s പ്ലസ് 4. റൈറ്റ്. സോ ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. സോ ഇനി ഇതിൻ്റെ സീറോസും പോൾസും കൂടെ പ്ലോട്ട് ചെയ്യാൻ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സീറോസ് എന്ന് പറയുന്നത് ന്യൂമറേറ്റർ പാർട്ട് ഇക്വൽ ടു 0 ചെയ്യുന്നത് കിട്ടുന്നതാണ്. സോ ഇത് കിട്ടുന്നത് -0.416 പ്ലസ് ഓർ മൈനസ് 0.3996 എന്നാണ് കിട്ടിയത്. അപ്പോൾ അത് 0.4j ആയിട്ട് മാർക്ക് ചെയ്യാം. സോ സീറോസ് ഈ രണ്ടിടത്തുണ്ട്. സിമിലർലി നമുക്ക് പോൾസും കാൽക്കുലേറ്റ് ചെയ്യാം. ഡിനോമിനേറ്റർ പാർട്ട് ഇക്വൽ ടു 0 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പോൾസ്. സോ അത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് -0.125 പോൾസ് ഈക്വൽ ടു -0.125 പ്ലസ് ഓർ മൈനസ്. കോംപ്ലക്സ് കോൺജുഗേറ്റ്സ് ആണെങ്കിൽ പേഴ്സ് ആയിട്ടേ വരത്തുള്ളൂ. സോ കോംപ്ലക്സ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം നോക്കുമ്പോൾ തന്നെ നമുക്ക് ബാലൻസ് ഉള്ള ആൻസേഴ്സ് എഴുതാൻ പറ്റും. സോ പ്ലസ് ഓർ മൈനസ് 0.695j ആയിട്ട് വന്നു. റൈറ്റ്. ഇനി ഇത് ഫിഗർ ഒന്ന് പ്ലോട്ട് ചെയ്യാനും കൂടെ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. നമുക്ക് ഫിഗറും കൂടെ പ്ലോട്ട് ചെയ്യാം. ആദ്യം ഞാൻ സിഗ്മ ജെ ഒമേഗ ആക്സിസ് മാർക്ക് ചെയ്യാണ്. വൈ ആക്സിസ് ജെ ഒമേഗയാണ്, ഇത് സിഗ്മയാണ്. സിമിലർലി ഫസ്റ്റ് 0 ആണ്. 0 വരുന്നത് 0.416 പ്ലസ് ഓർ മൈനസ് 0.4j ആണ്. 0.416 നമുക്ക് എടുക്കാം. ഞാൻ ഈ എൻഡ് തന്നെ 0.416 എടുക്കുകയാണ് ഈ പോയിന്റ്. സോ ഇത് 0.416 മൈനസ് 0.416. അപ്പോൾ അതിൽ പ്ലസ് ഓർ മൈനസ് 0.4j. അപ്പോൾ ഇത് ഇത്രയും ലെന്ത് തന്നെ മുകളിലോട്ടും എടുക്കണം. സോ ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്. റൈറ്റ്. അപ്പോൾ -0.416 പ്ലസ് ഓർ മൈനസ് 0.4j ആണ്. ഇത് വേണമെങ്കിൽ മാർക്ക് ചെയ്തേക്കുക. -0.4j, ഇത് പ്ലസ് 0.4j, ഇത് -0.4j. ഇനി സിമിലർലി 0 ഉണ്ട്. സിമിലർലി പോൾസ് ഉണ്ട്. പോൾ വരുന്നത് -0.125. -0.125 ആകുമ്പോൾ ഇവിടെ ആയിട്ട് ഞാൻ എടുക്കാം. -0.125 പ്ലസ് ഓർ മൈനസ് 0.695. അപ്പോൾ ഇവിടെ ആയിട്ട് പോകും, ഈ രണ്ടിടത്തായിട്ട് പോകും. റൈറ്റ്. അപ്പോൾ ഈ രണ്ടിടത്താണ് പോൾസും സീറോസും വരുന്നത്. ഇത് എസ് പ്ലെയിൻ ആണെന്ന് മാർക്ക് ചെയ്യണം. സിമിലർലി സിസ്റ്റം കംപ്ലീറ്റ്ലി സ്റ്റേബിൾ ആണ്. കാരണം പോൾസ് രണ്ടും ലെഫ്റ്റ് ഹാഫ് ഓഫ് ദ എസ് പ്ലെയിനിലാണ്. സോ അതുകൊണ്ട് തന്നെ സിസ്റ്റം കംപ്ലീറ്റ്ലി സ്റ്റേബിളും ആയിരിക്കും. റൈറ്റ്. എക്സാമിനേഷന് ബെറ്റർ ഇവിടെ തന്നെ നിങ്ങൾ -0.416 പ്ലസ് 0.4j എന്ന് മാർക്ക് ചെയ്യുക. സിമിലർലി ഇവിടെയും -0.416 -0.4j എന്ന് മാർക്ക് ചെയ്യുക. അത് കണക്ക് പോളും ഇത് കണക്ക് മാർക്ക് ചെയ്യുക. ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ കോംപ്ലക്സ് ആയിട്ടിരിക്കും. ഇവിടെ വലിയ പേപ്പറിൽ വലുതായിട്ട് വരച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ താഴെ സീറോസ് പോൾസ് എന്ന് എഴുതിയിരുന്നാലും മതി, ഫിഗറിന് തൊട്ട് താഴെയായിട്ട്. റൈറ്റ്. സോ നെറ്റ്വർക്ക് തിയറിയുടെ അടുത്തൊരു ട്യൂട്ടോറിയലായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ഓക്കെ, താങ്ക് യു.